വിശുദ്ധ അൽഫോൺസാമയുടെ തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനത്ത് 2024-25 അൽഫോൺസിയാൻ ആത്മീയ വർഷാഘോഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ആദ്യാക്ഷരം കുറിക്കലും നാളെ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിക്കും. സ്ലീവ എന്ന പേരിലുള്ള അൽഫോൺസിയ ആത്മീയ വർഷം നാളെ രാവിലെ 6 മണിയോടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ പാലാ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും. ആത്മീയ ഉണർവിന്റെ 50-ലേറെ പ്രോഗ്രാമുകളാണ് അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്റർ ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമയെ ധന്യ ആക്കിയിട്ട് 2024 40 അനുഗ്രഹ വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ 2024 പാലാ രൂപതയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 75 വർഷങ്ങൾ പൂർത്തിയാവുകയാണ് 2025 പാലാ രൂപത ആരംഭിച്ചിട്ട്. രൂപതയുടെ ഈ ജൂബിലിയോടും അൽഫോൻസാമ ധന്യയായിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന റൂബി ജൂബിലിയുടെ ഭാഗമായിട്ടും ഈ സെൻറ്റ് അൽഫോൻസ ഷൈനിൽ കുറേ നവീകരണ പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. സ്ലീവ എന്നാണ്, കുരിശ് എന്നാണ് ഈ നവീകരണ പ്രോഗ്രാമുകൾക്ക് പൊതുവായിട്ട് പേര് നൽകിയിരിക്കുന്ന. അൽഫോൻസിയൻ സ്പിരിച്വൽ റിന്യൂവൽ പ്രോഗ്രാംസ് ഒരു വർഷത്തെ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2024-25 വർഷം 50 പ്രോഗ്രാമുകളാണ് 10 ഹെഡിങ്സിലായിട്ട്. ആത്മീയതയെ സംബന്ധിച്ച ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിൽ നടത്തുന്ന അൽഫോൻസ പഠന ശിബിരങ്ങൾ ഉൾപ്പെടെ നിരവധി തലങ്ങളിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അൽഫോൻസിയൻ കൂട്ടായ്മ, അൽഫോൻസിയൻ കുടുംബം, ഭക്തി, പഠനം, ആത്മീയത, ആഘോഷങ്ങൾ, നവീകരണങ്ങൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ശിശുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടിയുള്ള നവീകരണ പരിപാടികൾ, അൽഫോൻസിയൻ സാംസ്കാരിക വേദി, പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടിയുള്ള ശുശ്രൂഷകൾ, അൽഫോൻസ ഗാർഡൻ, കൾച്ചറൽ മ്യൂസിയം തുടങ്ങിയവ അൽഫോൻസിയൻ ആത്മീയ വർഷാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പ്രവർത്തനങ്ങൾക്ക് ഭരണങ്ങാനം വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട്, സഹവികാരി ഫാദർ തോമസ് വാഴയിൽ, അൽഫോൻസ സ്പിരിച്വാലിറ്റി സെന്ററിലെ റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗവാസിസ് ആനിത്തോട്ടത്തിൽ, വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര ഉൾപ്പെടെയുള്ള വൈദികരാണ് നേതൃത്വം നൽകുന്നത്. പെന്തക്കുസ്ത തിരുനാളായ നാളെ അൽഫോൻസിയൻ ആത്മീയ വർഷാഘോഷ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ ആദ്യാക്ഷരം കുറിക്കലും നടത്തും. രാവിലെ 7:30 ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കും. കുഞ്ഞുങ്ങളെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഈ മെയ് 19-ാം തീയതി പെന്തക്കുസ്ത തിരുനാളിൻ്റെ ദിവസം ഈ സെൻറ്ററിൽ ഷൈനിൽ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കുന്ന ആ കർമ്മമുണ്ട്. ഈ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ആദ്യാക്ഷരം കുറിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. രാവിലെ ആദ്യാക്ഷരം കുറിക്കുന്ന കർമ്മം ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഭിനന്ദ മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവാണ്. റായ്പൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് അഗസ്റ്റിൻ ചരണക്കുന്നേൽ, പാലാ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, ഭരണങ്ങാനം വികാരി ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട് തുടങ്ങിയവരും കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കും. രാത്രി 7 വരെ ആദ്യാക്ഷരം കുറിപ്പിക്കാൻ സൗകര്യമുണ്ടാകും. ഷെക്കിന ന്യൂസ്, കോട്ടയം.